ഈവനിങ് നമ്മുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാനായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. അവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ആദ്യം ടൈപ്പ് ചെയ്യുക. പിന്നീട് റെസിഡൻസ് ഫോൺ നമ്പർ, അത് നമ്മുടെ ലാൻഡ് ലൈൻ നമ്പർ കൊടുക്കാം. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മൊബൈൽ നമ്പർ ഹെഡ് ഓഫ് ദ ഫാമിലിയുടേത് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമ്മുടെ പ്രയർ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഹെഡ് ഓഫ് ദ ഫാമിലി ആരാണെന്ന് വെച്ചാൽ അവരുടെ ഫുൾ നെയിം അവിടെ ടൈപ്പ് ചെയ്യുക. പിന്നീട് അഡ്രസ്സാണ്, ഞാനിപ്പോൾ സ്ഥലം മാത്രമേ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ അവിടെ നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് അവിടെ ടൈപ്പ് ചെയ്യുക. ഹോം പാരിഷ്, അത് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും പള്ളിയിൽ നമുക്ക് ബന്ധമുണ്ടെങ്കിൽ അത് അവിടെ ടൈപ്പ് ചെയ്യുക. നാട്ടിൽ ബന്ധമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ പോർട്ട് ബ്ലെയർ പള്ളി തന്നെ കൊടുക്കാവുന്നതാണ്. ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് മാരേജും നിങ്ങൾക്ക് വർഷം അത് ടൈപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ 2024 ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വർഷം സെലക്ട് ചെയ്യുക, ഡേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫഷൻ ടൈപ്പ് ചെയ്യുക. അതിനുശേഷമുള്ള മൊബൈൽ നമ്പർ നിങ്ങൾ മുകളിൽ കൊടുത്തത് തന്നെയാണ് നിങ്ങളുടെ കോമൺ മൊബൈൽ നമ്പറെങ്കിൽ അത് ഉപയോഗിക്കുക. വേറെ നമ്പർ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യാം. ഫാമിലി ഫോട്ടോ ഇപ്പം ഞാനിത് ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു വീഡിയോ താഴെ ഇടുന്നതാണ്. പിന്നെ നമ്മുടെ ഫാമിലി മെമ്പർ 1, അത് വൈഫാണെങ്കിൽ വൈഫ്, അവരുടെ നെയിം ഫുള്ളി ടൈപ്പ് ചെയ്യുക. അത് ഹെഡ് ഓഫ് ദ ഫാമിലിയുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളവിടെ എൻറ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് മാരേജ് രണ്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതും നമ്മുടെ ഇയറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ബാക്ക് ഇയറിലേക്ക് പോകാൻ പറ്റുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. ശേഷം നിങ്ങളുടെ പ്രൊഫഷൻ എൻ്റർ ചെയ്യുക, മൊബൈൽ നമ്പർ, പിന്നീട് നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത പേജിൽ നിങ്ങളുടെ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അത്രയും ആഡ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് 6 പേജുണ്ട്. നിങ്ങളുടെ അടുത്ത ഫാമിലി മെമ്പറിൻ്റെ നെയിമും റിലേഷൻഷിപ്പ് വിത്ത് ദി ഹെഡ് ഓഫ് ദി ഫാമിലി, ഹെഡ് ഓഫ് ദി ഫാമിലിയുമായിട്ടുള്ള റിലേഷൻ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നീട് നമ്മുടെ കുഞ്ഞുങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് മാരേജ് നിങ്ങൾക്ക് അവിടെ വേക്കൻ്റായിട്ട് ഇടാവുന്നതാണ്. ബ്ലഡ് ഗ്രൂപ്പ് അറിയത്തില്ലെങ്കിൽ അതും നിങ്ങൾക്ക് വേക്കൻ്റായിട്ട് ഇടാവുന്നതാണ്. ബാക്കി ഉള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോവുക. ഇനി വേറെ ആരുടെയും ആഡ് ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നെക്സ്റ്റ് അടിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. എന്നാൽ ലാസ്റ്റിൽ നിങ്ങൾക്ക് സബ്മിറ്റ് എന്നുള്ള പേജ് വരും, അവിടെ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫോം സബ്മിറ്റ് ആവുന്നതാണ്. താങ്ക് യു.